ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അതാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ലുട്ടാപ്പി. അപ്പൊ ലുട്ടാപ്പി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അടിപൊളി സ്പൈസി ഐറ്റമാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ചിക്കൻ ലുട്ടാപ്പി ഉണ്ടാക്കാനായിട്ട് 1 കിലോ ചിക്കൻ നമ്മൾ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 നാരങ്ങയുടെ പകുതി നീര് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. 1 മണിക്കൂറിന് ശേഷം നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ മസാല ഇട്ട് വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ചിക്കനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ചിക്കൻ ലുട്ടാപ്പി എന്ന് വെച്ചാൽ എന്താണ്. അപ്പോൾ ചിക്കൻ ലുട്ടാപ്പി എന്ന് വെച്ചാൽ ഇതിന് ഭയങ്കര എരിവാണ്. അതിൻ്റെ പേരിലാണ് ചിക്കൻ ലുട്ടാപ്പി എന്ന് പറയുന്നത്. പാവം ചിക്കനെ വെച്ചുകൊണ്ട് എന്തോരം പേരിൽ സംഭവങ്ങൾ ഇറക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചിക്കൻ ലുട്ടാപ്പി എന്നതിന് പേരിട്ടത്. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഒരു സൈഡ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കോരി മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകവും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 4 പച്ചമുളക് നടുക കീറിയത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 3 വലിയ സവാള നൈസാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് 2 തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 3 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, കാരണം അത്യാവശ്യത്തിനുള്ള ഉപ്പൊക്കെ നമ്മൾ സോയാ സോസിൽ ഉണ്ടാകും. നമ്മൾ ചിക്കനിലും ഉപ്പ് നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് പൊരിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മളെ ഗ്രേവിയൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിക്കുന്ന വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർ മാത്രം ചേർത്ത് കൊടുക്കുക, അല്ലാത്തവർ ഇത് ഒഴിവാക്കുക. നമ്മളെ ചിക്കൻ ലുട്ടാപ്പിക്ക് ഭയങ്കര എരിവാണ്. അപ്പോൾ അതിൻ്റെ പേരിലാണ് നമ്മൾ 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തത്.
നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 250 ഗ്രാം ചെറിയ ഉള്ളി നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നീളത്തിലോ വട്ടത്തിലോ അരിയ കുഴപ്പമില്ല, ഒരുപാട് അങ്ങ് ചെറുതാവാണ്ടിരുന്നാൽ മതി. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നമ്മൾ ചെറിയ ഉള്ളിൽ മസാലയൊക്കെ നന്നായി പിടിക്കുന്ന രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഉള്ളിത്തണ്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സ്പ്രിംഗ് ഒനിയൻ എന്നൊക്കെ പറയില്ലേ, അത് നമുക്ക് ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇതിന് മേലെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുകൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ചിക്കൻ ലുട്ടാപ്പി ഇവിടെ തയ്യാറായി എന്നുള്ളതാണ്. അപ്പോൾ ചിക്കൻ ലുട്ടാപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എരിവ് ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സ്പൈസി ഐറ്റം ആയതുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അവർ കരഞ്ഞ് കണ്ണീരാക്കും. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് അമർത്തി അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ.